CPM-ന് ചില സുരക്ഷിതമായിട്ടുള്ള മണ്ഡലങ്ങളുണ്ട്. അതുകൊണ്ട് ഈ ചിലർക്ക് 2 തവണ മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞു. അതുകൊണ്ടൊരു 3-ാം ഊഴം ഇല്ല എന്ന് പറയുമ്പോഴും ചിലരെ പ്രത്യേക സാഹചര്യങ്ങളിൽ അവിടെ തന്നെ നിർത്തി മത്സരിപ്പിക്കാനുള്ള സാധ്യതയും തെളിയുന്നുണ്ട്. കാരണം അതിശക്തമായ മത്സരം നടക്കുന്ന ചില ഇടങ്ങളുണ്ട്. അപ്പോൾ ഇനിയും ഒരു പരീക്ഷണത്തിന് മുതിരണ്ട എന്ന് പാർട്ടി കരുതുന്നുണ്ട്. കാരണം BJP വളരെ ശക്തമായിട്ട് ഇടം പിടിച്ചിരിക്കുന്ന ഒരു ജില്ലയാണ് തിരുവനന്തപുരം. തിരുവനന്തപുരത്തിൻ്റെ ഈ മലയോര മേഖലകളിലേക്ക് നമ്മൾ പോയാൽ, ഈ തെക്കൻ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, അതായത് നെയ്യാറ്റിൻകര, പാറശാല, കാട്ടാക്കട നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് വന്നാൽ തിരുവനന്തപുരം ജില്ലയിൽ 14 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. ഇതിൽ 13 LDF-ന്റെ കൈവശമാണ്. ഒരു മണ്ഡലത്തിൽ മാത്രമാണ് UDF ഉള്ളത്. അത് കോവളം മണ്ഡലത്തിലെ M. വിൻസെന്റ്. ഒരുപക്ഷെ അവിടെ നല്ല ഒരു സ്ഥാനാർത്ഥിയെ ഇറക്കിയാൽ M. വിൻസെന്റിനെ പ്രതിരോധിക്കാനായിട്ട് സാധിക്കും. പക്ഷെ M. വിൻസെന്റ് വളരെ മറ്റ് പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും അവിടെ വളരെ ജനകീയനാണ്, താഴെത്തട്ടിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നവനാണ്. ഇപ്പം മറ്റു പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാക്കിയ പ്രശ്നങ്ങളുടെ അത്രയും വലിപ്പം വരുന്നില്ല. പക്ഷെ അതിൻ്റെ പേരിലൊക്കെ തന്നെ അറസ്റ്റ് വരിക്കുകയും ജയിലിൽ കിടക്കുകയും ഒക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അത് വിൻസെന്റിനെ അത്ര കാര്യമായിട്ടൊന്നും ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് വിൻസെന്റ് ഇനിയും തുടർന്നാലും അവിടെ നിന്ന് വിജയിച്ചു വരും എന്നുള്ളതാണ്. പക്ഷെ പാറശാലയില് ഇവിടെ പോലെ CK ഹരീന്ദ്രനാണ്. ഹരീന്ദ്രൻ അവിടെ വളരെ ജനകീയനായിട്ടുള്ള ആളാണ്. അവിടെ ഒരാളെ മാറ്റി നിർത്തിയാൽ അത് CPM-ന് ചിലപ്പോൾ നഷ്ടപ്പെടാൻ ഇടയാകും. പിന്നെ നെയ്യാറ്റിൻകരയിലെ ആൻസലനാണ്. ആൻസലിനെ കുറിച്ച് പരാതിയൊക്കെ തന്നെ വ്യാപകമായിട്ടുണ്ട്. പക്ഷേ അതുപോലെ തത്തുല്യമായിട്ടുള്ള ഒരാളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആൻസലനെ ഒരുപക്ഷെ മാറ്റി നിർത്തേണ്ടി വരുമെന്നുള്ളതാണ്. എന്നാൽ ഇതിൽ നിന്ന് വളരെ വിഭിന്നമാണ് കാട്ടാക്കട മണ്ഡലം. കാട്ടാക്കട മണ്ഡലം മലയോര മേഖലയാണ്. പഴയ ആര്യനാട് മണ്ഡലത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളും പഴയ നേമം മണ്ഡലത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളും കൂടിയാണ് ഈ കാട്ടാക്കട മണ്ഡലത്തിൽ വന്നിരിക്കുന്നത്. ഒരു തിരുവനന്തപുരത്തിനോട് ചേർന്നാണ് നിൽക്കുന്നതെങ്കിലും തിരുവനന്തപുരത്തിൻ്റെ നഗരത്തിനോട് ചേർന്നുള്ള ചില പ്രദേശങ്ങളും ഒക്കെ തന്നെ ഈ പേയാട് പോലുള്ള ഭാഗങ്ങളൊക്കെ ഈ കാട്ടാക്കട മണ്ഡലത്തിൻ്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ ഒരു നഗര സ്വഭാവമുണ്ട്, എന്നാൽ ഒട്ടും മലയോര സ്വഭാവമുള്ള ഒരു മണ്ഡലം കൂടിയാണ്. അവിടെ IB സതീഷാണ് മത്സരിച്ചിട്ടുള്ളത്. 2016-ലാണ്. 2016-ൽ LDF ഈ ചില ശക്തരായിട്ടുള്ള യുവ നേതൃത്വത്തെ രംഗത്തേക്ക് കൊണ്ടുവരികയുണ്ടായി. അക്കൂട്ടത്തിൽ ഒരാളാണ് IB സതീഷ്. IB സതീഷ് ആ മണ്ഡലം 2016-ൽ അദ്ദേഹത്തിന് വലിയ ഭൂരിപക്ഷമൊന്നും ഉണ്ടായിരുന്നില്ല. 1000-ൽ താഴെ വോട്ട് മാത്രമേ ഭൂരിപക്ഷം ഉണ്ടായിരുന്നുള്ളൂ. മുമ്പ് കാട്ടാക്കട മണ്ഡലത്തിൽ ഈ ശക്തനും ഒക്കെയാണ് നിന്ന് മത്സരിച്ച് വിജയിച്ചിട്ടുള്ളത്, സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും ഒക്കെ ആയിട്ടുള്ള. അപ്പോൾ ഇവിടെ 2016-ൽ തന്നെ PK കൃഷ്ണദാസാണ് അവിടെ BJP-യുടെ സ്ഥാനാർത്ഥി. അന്ന് 38,000 വോട്ട് കൃഷ്ണദാസ് നേടുകയുണ്ടായി എന്നുള്ളതാണ്. BJP അവിടെ അതിശക്തമായ നോട്ടം ഇട്ടിരിക്കുന്ന മണ്ഡലമാണ്. അവരുടെ A ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരം ജില്ലയിലെ. പക്ഷെ 2021-ൽ IB സതീഷ് മത്സരിക്കുമ്പോൾ ആ ഭൂരിപക്ഷം വലിയ 20,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയാണ് ചെയ്തത്. കാരണം 38,000 വോട്ട് 2016-ൽ നേടിയ PK കൃഷ്ണദാസ് 21-ൽ വന്നപ്പോൾ 4,000 വോട്ട് കുറഞ്ഞു. അത് CPM-ലേക്ക് പോയി. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ വോട്ടുകളും IB സതീഷിന് കിട്ടുകയുണ്ടായി. IB സതീഷ് ആ മണ്ഡലത്തെ ഒരു പ്രത്യേക രീതിയിൽ തന്നെ മറ്റ് കേരളത്തിലെ 139 നിയമസഭാ മണ്ഡലങ്ങളും മാതൃകയാക്കേണ്ട ഒരു പദ്ധതിയിലേക്കാണ് പോയത്. ജലസമൃദ്ധി എന്ന് പറയുന്ന പദ്ധതിയിലേക്ക്. അവിടെ അത്തരത്തിലുള്ള ജലക്ഷാമം ഒന്നും തന്നെ അനുഭവിക്കുന്നില്ല. ഈ ഒരു പദ്ധതിയിലൂടെയാണ് IB സതീഷ് അത്തരത്തിലുള്ള ഒരു മുന്നേറ്റം കുറിച്ചത്. അത് കേരളം മുഴുവൻ അത് മാതൃകയാക്കേണ്ട കാര്യമാണ്. പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള കേസ് മലയൻകീഴ് വേണുഗോപാലാണ് അവിടെ ഇദ്ദേഹത്തിന് എതിരായിട്ട് മത്സരിക്കുകയും ചെയ്തിട്ടുള്ളത്. പക്ഷെ എന്നിട്ടും പരാജയം തന്നെയാണ്. അവിടെ മത്സരം ഉണ്ടായിട്ടുള്ളത് BJP-യോടാണ് മത്സരം. BJP ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലാണ്
കാട്ടാക്കട നിയമസഭാ മണ്ഡലം. അവിടെ കഴിഞ്ഞ തവണ ഇപ്പോൾ 2024 മുരളീധരന് 1ാം സ്ഥാനത്തെത്തിയ മണ്ഡലമാണ്. അതുകൊണ്ട് BJPക്ക് ഏറെ പ്രതീക്ഷയാണ്. മത്സരിക്കാൻ പോകുന്നത് കൃഷ്ണദാസ് തന്നെയായിരിക്കും, അതിനും മാറ്റമില്ല. മറ്റു മണ്ഡലങ്ങളിലൊക്കെ BJPയുടെ ഇന്ന സ്ഥാനാർത്ഥിയായിരിക്കും എന്നൊക്കെ തരത്തിലുള്ള അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഉറപ്പിക്കാം അത് കൃഷ്ണദാസ് തന്നെയാണ്. കൃഷ്ണദാസിന്റെ ഒരു സ്വഭാവം, ഇവിടെ പരാജയപ്പെട്ട് ഹാട്രിക് പരാജയം, തോൽവി ഏറ്റുവാങ്ങി നിൽക്കുന്ന ആളാണ്. എന്നിട്ട് പോലും ആ മണ്ഡലത്തിൽ നിന്ന് മാറാതെ അവിടം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ്. നമ്മൾ പലപ്പോഴും പറയാറില്ലേ സുരേഷ് ഗോപിയുടെ കാര്യം. സുരേഷ് ഗോപിക്ക് 2019 അവിടെ തോൽവി ഉണ്ടായി. എന്നിട്ടും സുരേഷ് ഗോപി അവിടെ തന്നെ നിന്നു. 5 വർഷക്കാലം ആ മണ്ഡലത്തിൽ നിന്നു, അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്തി. അതിന്റെ ഒരു റിസൾട്ട് കിട്ടി. ഇപ്പൊ ശോഭാ സുരേന്ദ്രൻ തന്നെ പറയുന്നുണ്ട്, അത് സുരേഷ് ഗോപിയെ മാതൃകയാക്കൂ നിങ്ങൾ. കേരളത്തിലുള്ള BJP MLA-മാരെല്ലാം സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നവരൊക്കെ അത് മാതൃകയാക്കൂ, അവിടെ കേന്ദ്രീകരിക്കൂ. ഇപ്പൊ ശോഭാ സുരേന്ദ്രൻ നമുക്കറിയാം, ഏത് മണ്ഡലത്തിൽ ചെന്ന് കഴിഞ്ഞാലും അത് അവിടെ അങ്ങ് ഇളക്കി മറിച്ച് BJPക്ക് അനുകൂലമാക്കി മാറ്റി, അനുകൂലമായ മണ്ണുള്ളടമാക്കി മാറ്റും. A ക്ലാസ് മണ്ഡലം എന്നുള്ള സർട്ടിഫിക്കറ്റ് കിട്ടും. ആലപ്പുഴയിൽ മത്സരിക്കാൻ വരുമ്പോൾ അത് A ക്ലാസ് മണ്ഡലം അല്ല. പക്ഷെ ശോഭാ സുരേന്ദ്രൻ ഇറങ്ങിക്കഴിഞ്ഞതോടുകൂടി അത് A ക്ലാസ് മണ്ഡലമായി. 2,99,000 വോട്ടാണ് നേടിയത്. ശോഭാ സുരേന്ദ്രൻ അതിനു മുമ്പ് ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ 2,48,000 വോട്ടാണ്. പിന്നെ അവിടെ ഒരാൾ ചെന്ന് നിൽക്കുമ്പോൾ വിജയസാധ്യത കൂടുതൽ അടുക്കുകയാണ്. ശോഭാ സുരേന്ദ്രൻ ഇങ്ങനെ എല്ലായിടങ്ങളിലേക്കും മണ്ഡലങ്ങളിലും പോവുകയാണ്. 2016 പാലക്കാട്, പിന്നീട് 2021 കഴക്കൂട്ടത്ത്, 2019 ആറ്റിങ്ങലില്, 2024 ആലപ്പുഴയില്, ഇനിയിപ്പോൾ 2026 തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാടോ അല്ലെങ്കിൽ ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തോ ആയിരിക്കും മത്സരിക്കാൻ സാധ്യതയുള്ളത്. അപ്പൊ അത്തരത്തിൽ ഉള്ള ഒരു പ്രവർത്തനമാണ് PK കൃഷ്ണദാസ് കാട്ടാക്കട മണ്ഡലത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വിജയം ഉറപ്പിക്കാവുന്ന ഒരു കാര്യം പോലുമായിട്ടാണ് BJP കാണുന്നത്. BJPയുടെ നേമത്തെ മണ്ഡലം തിരിച്ചു പിടിക്കുക വലിയൊരു പ്രസ്റ്റീജായിട്ട് എടുക്കുന്നുണ്ട്. അതിനപ്പുറം വിജയം ഉറപ്പാക്കാവുന്ന മണ്ഡലം തന്നെയാണ് കാട്ടാക്കട. പക്ഷെ അവിടെ IB സതീഷും കൂടി എതിരിടുമ്പോഴാണ് മത്സരം കടുക്കാൻ പോകുന്നത്. കാരണം IB സതീഷ് വളരെ ജനകീയനാണ്. BJPയുടെ കൃഷ്ണദാസ് മോശം പ്രവർത്തനമെന്നല്ല പറയുന്നത്, രണ്ടുപേരും ഒപ്പത്തിനൊപ്പം നിൽക്കും. അതിശക്തമായിട്ടുള്ള ഒരു പോരാട്ടം നടക്കാൻ പോകുന്ന മണ്ഡലം തന്നെയാണ് കാട്ടാക്കട. അവിടെ ആരായിരിക്കും എന്നുള്ളത് ഒരല്പം നാളുകൾക്ക് ശേഷമേ നമുക്ക് പറയാൻ കഴിയത്തുള്ളൂ. കാരണം ഇനി മാസങ്ങൾ നിൽക്കുമ്പോൾ ആ വിജയത്തിന്റെ ഒരു വിലയിരുത്തലിലേക്ക് നമുക്ക് കടക്കാൻ കഴിയുന്നില്ല. കാരണം IB സതീഷ് ഒട്ടും പിറകിലോട്ടല്ല, പ്രവർത്തനങ്ങൾ മികച്ചതാണ്. കൃഷ്ണദാസ് മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ പ്രവർത്തിക്കുന്നു. CPM ഭരണവിരുദ്ധ വികാരം എത്രത്തോളം കൂടി അവിടെ ഉണ്ടാകുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്.